ഉൾപ്പെടെ മാർക്സ് ഇന്ത്യയിലെ ജാതി മനസ്സിലാക്കിയത് തെറ്റിപ്പോയെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സാറ് തന്നെ പറഞ്ഞു, ഇന്ത്യയിലെ ദളിതരെന്ന് ഒരു പൂർവികർ ചെയ്ത തൊഴിലല്ല ചെയ്യുന്നത്, സർക്കാർ ഉൾപ്പെടെ പല ജോലികൾ ചെയ്യുന്നു. അപ്പോഴും ജാതി നിലനിർത്തുന്നുണ്ട്, വിവാഹത്തിലും സൗഹൃദത്തിലുമെല്ലാം. ഈ രണ്ട് ആളുകളുടെ ആശയങ്ങൾ ഇന്ത്യയിൽ തോറ്റുപോയി. മാർക്സിസം തന്നെ ജാതിയെ ഡിഫൈൻ ചെയ്യുന്നതിൽ തോറ്റുപോയി. ഗാന്ധി എന്നേ അംബേദ്കർക്കെതിരെ സമരം ചെയ്തതാണ്. അപ്പോഴും അംബേദ്കറുടെ ആശയങ്ങൾ റെലവൻ്റായിട്ട് നിൽക്കുകയും തൻ്റെ അനുയായികളെ കൂട്ടി അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുകയും ചെയ്തു. എന്നിട്ടും അങ്ങനെപ്പോലുള്ള ഞാനൊക്കെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന ആളുകളുടെ വായിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഗാന്ധിയെ പറ്റിയോ മാർക്സിനെ പറ്റിയോ അല്ല, മറിച്ച് ഹിന്ദുത്വത്തിനെതിരെ, ഫാസിസത്തിനെതിരെ തൻ്റെ ജനങ്ങളെ കൂട്ടി ഞങ്ങൾ ഹിന്ദുക്കളല്ല, ഐ മേ ബി ബോൺ ആസ് ഹിന്ദു ബട്ട് ഐ വോണ്ട് ഡൈ ആസ് എ ഹിന്ദു എന്ന് പറഞ്ഞാൽ അംബേദ്കറുടെ ആശയങ്ങൾ. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ആളുകൾ എപ്പോഴും സ്വയം ഒരു മാർക്സിസ്റ്റ് ആണെന്ന് പറയുന്നത്? എന്തുകൊണ്ട് വൈനോട്ടാണ് അംബേദ്കറെ, അല്ലെങ്കിൽ എം.എൻ. റോയിയെ പോലെ വൈനോട്ടെ ഹ്യൂമനിസ്റ്റ്? അതാണ് എൻ്റെ ചോദ്യം. അല്ല, ഞാൻ ഈ വിഷയത്തിൽ മാർക്സും അംബേദ്കറും തമ്മിലുള്ള ഡയലോഗിൻ്റെ സാധ്യതയെക്കുറിച്ച് ദീർഘമായി പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു 40 പേജുള്ള ഒരു പ്രബന്ധമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. അത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അംബേദ്കറെ ഞാൻ നിരന്തരമായിട്ട് ആശ്രയിക്കുകയും ധാരാളം കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അംബേദ്കറെ ഉപേക്ഷിക്കുന്നു അല്ലെങ്കിൽ പരിഗണിക്കുന്നില്ല എന്നുള്ള ഒരു വിമർശനം ശരിയല്ല, വസ്തുതാപരമായി ശരിയല്ല. കഴിഞ്ഞൊരു 10 കൊല്ലമായിട്ട് എൻ്റെ പ്രഭാഷണങ്ങളിലും ആശയങ്ങളിലും ഒക്കെ അംബേദ്കറെ ഞാൻ ആശ്രയിക്കുന്നുണ്ട്. അംബേദ്കറെ മാത്രം എന്നൊരു പൊസിഷനില്ല കേട്ടോ, അതില്ല. അവസാനത്തെ ശരി അംബേദ്കർ പറഞ്ഞിരിക്കുന്നു, മുമ്പേ പറഞ്ഞവരും മുമ്പേ പറഞ്ഞവരൊക്കെ വിഡ്ഢികളാണ് എന്ന് ആർക്കും കരുതാൻ അവകാശമുണ്ട്. ഞാനതിൽ വിശ്വസിക്കുന്നില്ല. ഒന്ന്, ഗാന്ധി ഒരു ഫാസിസ്റ്റ് ആണെന്നോ ഹിന്ദുത്വത്തിൻ്റെ നടത്തിപ്പുകാരനാണെന്നോ 1% പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. ഹിന്ദുത്വത്തിൻ്റെ വെടിയേറ്റ് തന്നെയാണ് ഗാന്ധി മരിച്ചത്. ഇന്ത്യയിൽ ഫാഷിസത്തിൻ്റെ ബീജരൂപം ഹിന്ദുത്വമാണെങ്കിൽ അതിനോട് ഇന്ത്യയിൽ ഇടഞ്ഞ എക്കാലത്തെയും വലിയ ഫോഴ്സ് ഗാന്ധിയായിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അങ്ങ് വിശ്വസിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, എൻ്റെ ബോധ്യം. ഗാന്ധി എന്ന് പറയുന്നത് ഒരാളൊന്നുമല്ല. ഇനി അംബേദ്കർ പറഞ്ഞ ഒരു വാക്യം അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 1956 ഫെബ്രുവരിയിലോ മറ്റാണ് ആഗ്രയിൽ നടത്തിയ ഒരു പ്രഭാഷണത്തിൽ അംബേദ്കർ പറയുന്നുണ്ട്, വിത്തൗട്ട് റിലീജിയൻ അവർ സ്ട്രഗിൾ വിൽ നോട്ട് സർവൈവ്. ഗാന്ധി 30കളിൽ ഇത് വേറൊരു നിലയ്ക്ക് പറയുന്നുണ്ട്. നോക്കൂ, ഞാനിതിലൊരു കാര്യം പറയാം. താങ്കളിപ്പോൾ ഞാൻ മാർക്സിസ്റ്റാണ് അല്ലെങ്കിൽ ഗാന്ധിയെ ഉയർത്തുന്നു എന്നെല്ലാം പറയുന്ന സമയത്ത് D.R. നാഗരാജിനെ വായിക്കും. D.R. നാഗരാജ് ഗാന്ധി അംബേദ്കറെ കാണുന്നത് എങ്ങനെയാണ്? ഇന്ത്യയിലെ ജാതി ബന്ധങ്ങളെ സംബന്ധിച്ച് അംബേദ്കറുടെ ഉൾക്കാഴ്ചകൾ തീർത്തും ശരിയായിരിക്കെ തന്നെ ഇന്ത്യയുടെ സാമൂഹികമായ പുനഃസംഘാടനത്തെയും ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൻ്റെയും വളർച്ചയിൽ ഗാന്ധിയുടെ അനിവാര്യതയെ നാഗരാജനെ പോലെ ഒരാളും കാണുന്നുണ്ട്. എന്നെപ്പോലെ ഒരു മൊരത്ത മാർക്സിസ്റ്റ് മാത്രമല്ല. അപ്പോൾ നോക്കൂ, ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഞാൻ കരുതുന്നത് നമ്മളിപ്പോൾ ഗാന്ധി ഇതാണ്, അംബേദ്കർ ഇതാണ്, മാർക്സ് ഇതാണ് എന്നൊക്കെ അവരെ ഫ്രീസ് ചെയ്യുന്നതിന് പകരം നമ്മുടെ കാലത്തിലേക്ക് ഇവരിൽ നിന്ന് നമുക്ക് സ്വീകാര്യമായത് എന്ത് എന്ന് ആലോചിക്കും. ദയവായി ഭൂതകാലത്തിൽ 50-60 കൊല്ലമൊക്കെ ജീവിച്ച മനുഷ്യരെ ചരിത്രത്തിൽ നിശ്ചല വസ്തുക്കളാക്കി മ്യൂസിയം പീസുകളാക്കി മാറ്റാതിരിക്കുക. അവർ പ്രയോഗസ്ഥാനങ്ങളാണ്, പ്രക്രിയകളാണ്. ആ പ്രയോഗസ്ഥാനങ്ങളുടെയും പ്രക്രിയകളുടെയും ചലനാത്മകതയും അതുവഴി ഉണ്ടാകുന്ന വൈരുദ്ധ്യവും അവരിലുണ്ട്. അത് മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. വൈരുദ്ധ്യങ്ങളെ നാം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗാന്ധിയിൽ വൈരുദ്ധ്യമുണ്ട്, മാർക്സിൽ വൈരുദ്ധ്യമുണ്ട്. പിന്നെ പരാജയപ്പെട്ടു വിജയിച്ചു എന്നൊക്കെ പറയുന്നത് ചരിത്രത്തിൽ എത്ര ആപേക്ഷികമാണ്. ഗാന്ധി പരാജയപ്പെട്ടു. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീതി എന്ന വാക്കിനെ കുറിച്ച് മനുഷ്യവംശം സംസാരിച്ചു തുടങ്ങിയിട്ട് 3000-4000 കൊല്ലമായി. ഇതുവരെ വിജയിച്ചില്ലല്ലോ, ഇതുവരെ നടപ്പായില്ലല്ലോ 100%. അതിൻ്റെ അർത്ഥം നീതി റദ്ദായി എന്നാണ്.
അതുകൊണ്ട് വിജയിക്കാത്തവയൊക്കെ പരാജയപ്പെട്ടു എന്നുള്ളത് മുതലാളിത്തത്തിൻ്റെ ഉപകരണ യുക്തിയാണ്. ദയവായി നമ്മളതിൽ തലവയ്ക്കരുത്. വിജയിക്കാത്തവയുടെ സഹനശേഷി കൊണ്ടാണ്, വിജയിക്കാത്തവരുടെ സമരം കൊണ്ടാണ് കൂടിയാണ് നമ്മളൊക്കെ ഇവിടെ എത്തിയത്. അതിൽ ഗാന്ധിയുണ്ട്. ഗാന്ധി വിജയിച്ചു എന്നൊന്നും ഞാൻ പറയില്ല, മാർക്സും വിജയിച്ചില്ലായിരിക്കാം. പക്ഷെ അവരുണ്ടാക്കിയ ആശയപ്രപഞ്ചം നാം ഈ ജീവിക്കുന്ന ലോകത്തെ രൂപപ്പെടുത്തുന്നതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അംബേദ്കർ പോലെ തന്നെ. അംബേദ്കറില്ല, അംബേദ്കർ നിശ്ചയമായിട്ടും. അതുകൊണ്ട് എക്സ്ക്ലൂസീവ്ലി ഒരാളിൽ സത്യം ഇരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. മാർക്സിന്റെ ഒരു പഴയ വാക്യാണ് എനിക്ക് തോന്നുന്ന ഒരു ഉത്തരം. ദാ സത്യം ഇവിടെ ഇരിക്കുന്നു, ഇതിനു മുമ്പിൽ മുട്ടുകുത്തുവിൻ എന്ന് നാം ആരോടും പറയുന്നില്ല. നമ്മൾ ആരോടും പറയുന്നില്ല. നിശിതമായ വിമർശനം നമ്മൾ എല്ലാറ്റിനു നേരെയും തുറന്നു വയ്ക്കും. അത് മാർക്സിന് നേരെയും ആകാം, അത് ഗാന്ധിക്ക് നേരെയും ആകാം, അത് അംബേദ്കർക്ക് നേരെയും ആകാം. അതുകൊണ്ട് ഞാൻ അംബേദ്കറൈറ്റാണ്, മാർക്സിസ്റ്റാണ്, ഗാന്ധിയനാണ് എന്ന അവകാശവാദങ്ങളൊന്നും എനിക്കില്ല. ഞാനൊരു മാർക്സിസ്റ്റ് ചിന്താ പദ്ധതി രീതിശാസ്ത്രം പിന്തുടരുന്ന ആളാണ്. കഴിഞ്ഞൊരു 30 വർഷമായിട്ട് എൻ്റെ ഫ്രെയിംവർക്ക് അതാണ്. അതിലേക്ക് പക്ഷേ ഗാന്ധിയുടെ ആശയങ്ങളെയോ അംബേദ്കറുടെ ആശയങ്ങളെയോ ഒക്കെ ചേർക്കാനും അതിനോട് ധാരാളമായി സംവദിക്കാനും ശ്രമിച്ചു പോരുന്നുണ്ട്. അതിൽ എനിക്ക് എന്തെങ്കിലും ഒരു പരാധീനത, പോരായ്മയുള്ളതായിട്ട് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞ ആശയങ്ങളിലല്ല, അങ്ങനെ സ്വാംശീകരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു സമീപന രീതിയാണ് എൻ്റേത്. അതല്ല അവസാനത്തെ ശരി നമ്മുടെ ഒരു സമീപനത്തിലുണ്ട് എന്നൊരാൾ കരുതിയാൽ എനിക്ക് വിയോജിപ്പൊന്നുമില്ല. ഞാൻ കഠിനമായി വിയോജിക്കുന്ന ഒരു വാക്യം താങ്കൾ ആദ്യം പറഞ്ഞതാണ്, ഗാന്ധി ഒരു ഫാസിസ്റ്റാണ്. അത് പറഞ്ഞുകൂടാ. അത് പറഞ്ഞുകൂടാത്ത വാക്യം, നീതിയില്ലാത്ത വാക്യം, അധാർമികമായ വാക്യം. ഗാന്ധി ഫാസിസ്റ്റ് അല്ല. ഒരു പ്രശ്നമാണ് അടുത്ത ചോദ്യം കൊണ്ടും